ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ദാവീദ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആൻ്റണി വർഗീസ് പെപ്പെ, ലിജുമാൾ ജേസ്, വിജയരാഘവൻ, ഷൈജു കുറുപ്പ്, പിന്നെ മാ ഇസ്മായിൽ, പിന്നെ അന്നരാജൻ അസ്കേമിയോ എന്നിവരാണ്. പിന്നെ പടം ഡയറക്റ്റ് ചെയ്യുന്ന ഗോവിന്ദ് വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളാണ്. ഇങ്ങനെ തന്നെയാണ് സ്റ്റോറി ചെയ്തിരിക്കുന്നതും. പിന്നെ മ്യൂസിക് ആൻഡ് BGM ബൈ ജസ്റ്റിൻ വർഗീസ്. അങ്ങനെ മ്യാവ്. പിന്നെ ജാവേർ എന്നൊരു ദുരന്ത പടമുണ്ട്, അതിൻ്റെ ഒക്കെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പിന്നെ കാപ്പയുടെ ഇങ്ങനെ എന്നാണ് കേൾക്കണം, എനിക്ക് അറിഞ്ഞൂടാ. അല്ല സോറി, ആ കാപ്പയിൽ എന്തോ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്തോട്ടെ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, അടിപൊളി പടം. ഐ ലൈക്ക് ദിസ് മൂവി. ആദ്യം തൊട്ട് അവസാനം വരെ വല്ല നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അന്നരാജനെ ഗെയിമിങ് കൊണ്ടുവരേണ്ടവർ വേറെ ആരെങ്കിലും കൊണ്ടുവരുന്നത്, വല്ല വേറെ കുഴപ്പമൊന്നുമില്ല സിനിമയിൽ. കഥ പറഞ്ഞാൽ അതിന് ആവശ്യമില്ല, അത് വേറെ, അതാണ് ഉദ്ദേശിച്ചത്, പറഞ്ഞ മറപ്പി. ബാക്കിയെല്ലാം ഓക്കെയാണ്. പെർഫോമൻസസ് വൈസ് അത്യാവശ്യം നൈസാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ആളാണ് സിനിമ വില്ലനായിട്ട് അഭിനയിച്ചത്. അതൊരു ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടറാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങേരുടെ അതിന് മുമ്പ് വേറെ പടം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിടുക. ഇങ്ങനെ ആരാന്ന് ചോദിച്ചാൽ എന്നോട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും പറയില്ല പ്ലീസ്, എനിക്ക് അറിഞ്ഞോളൂ. എനിക്ക് ആകെ അറിയാവുന്നത് ഇങ്ങനെ ഒരു ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടറാണെന്നാണ്. ഇങ്ങനെന്താ ഇതിന് മുമ്പത്തെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പെപ്പെ അറിയാമല്ലോ, നമുക്കറിയാം. ഞാൻ RDX തൊട്ട് ഇങ്ങനത്തെ പടങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങിയത്. മീൻസ് സ്വാതന്ത്ര്യ ദിനരാത്രി കഴിഞ്ഞാണ് സിനിമ ഞാൻ കണ്ടിരുന്നത്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിൽ വിനായകൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നൈസായിരുന്നു. പക്ഷേ പിന്നെ ഇന്നലെ വരെ എന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതും അത്യാവശ്യം ദുരന്ത പടമാണ്. അതിൽ എന്തോ വില്ലനായിട്ട് എന്താണ് അഭിനയിച്ചത് ചെറിയ. അപ്പോൾ ഈ രണ്ടും പടത്തിലും ഹൈപ്പില്ലാതെ ഞാൻ RDX കണ്ടിട്ട് വന്ന പണ്ടത്. അപ്പോൾ പിന്നെ RDX നല്ല പടമായിരുന്നതുകൊണ്ട് ഞാൻ കൊണ്ടേൽ ഓട്ടിട്ട് വന്നപ്പോൾ കണ്ട്. പക്ഷെ അതിലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഒന്ന് കിങ് ഓഫ് ദ വില്ലനായിരുന്നു. പക്ഷെ എനിക്ക് ആ സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ റിവ്യൂ ഇതിൽ ഉറപ്പുണ്ട്. അതിനുശേഷം ഇറങ്ങിയ സിനിമയാണ് ഇത്. എന്തായാലും ഗുഡ് മൂവി. ആദ്യം തൊട്ട് അവസാനം വരെയും ഒരു ലാഗും ഇല്ല. പിന്നെ ലിജോ മോള് മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആൻ്റണി പെപ്പയുടെ എന്താണ് മോളായിട്ട് ഒരു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. ആ കൊച്ചു അത്യാവശ്യം നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലെ ഹൈലൈറ്റഡ് പോസിറ്റീവ് ഞാൻ പറയാം. ഹൈലൈറ്റ് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ വിജയരാഘവൻ്റെ ക്യാരക്ടറാണ്. എൻ്റെ മോനെ സാധനം, എൻ്റെ പൊന്നു അങ്ങേര് തകർത്തിട്ടുണ്ട്. മീൻസ് നമ്മുടെ റൈഫിൾ ക്ലബിലൊക്കെ വിജയരാഘവനെ എങ്ങനെ കണ്ടോ അതേമാതിരി ഒരു പവർഫുൾ ക്യാരക്ടറായിട്ടാണ് അങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഐ ലവ് ദാറ്റ്. പിന്നെ BGM മ്യൂസിക്കും വെച്ച് നോക്കുമ്പോൾ പാട്ട് ഒരു അബവ് ആവറേജാണ്. പക്ഷെ BGM പൊളിച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കാണാത്ത രണ്ടും കണ്ട് നോക്കാം. പിന്നെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയണില്ല, ഇതൊരു എനിക്ക് പറയാനുള്ളത് ഇത് ബോക്സിങ്ങിനെ കുറിച്ചുള്ള സിനിമയാണ്. അത് മനസ്സിലാക്കിയിട്ട് കാണാം. അല്ലാത്ത പക്ഷം ഒരു ആക്ഷൻ ഫിലിം അങ്ങനത്തെ ഒരു സാധനമല്ല, ഇതൊരു സ്പോർട്സ് ഫിലിമാണ്.
ഡ്രാമ ഫിലിമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ കാണാം, ഒരു കള്ള റിവെഞ്ച്, വില്ലൻ്റെ റിവെഞ്ച് നായകനോട്ടുള്ളൂ. എന്നിട്ട് അതെടുത്ത ഇല്ലയോ, അതാണ് സിനിമ കഥ. അതെന്തിനാണ് വില്ലന് റിവെഞ്ച് എടുക്കാൻ പോണേന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. എന്താണെന്ന് വെച്ചാൽ വില്ലൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ചാമ്പ്യനാണ് ബോക്സിങ്ങിൻ്റെ. അപ്പം ഇങ്ങേരി ഒരു ദിവസം ഇങ്ങനെ കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് കേരളത്തിൽ വരും, അതും കൊച്ചിയിൽ. അപ്പോൾ ഇങ്ങേരുടെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ പറയും, നിങ്ങൾ ആരെങ്കിലും ഇടിക്കുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അതും കേട്ടുകൊണ്ട് മറ്റവനെ വിളിച്ചിട്ടുണ്ട്. പെപ്പയാണെങ്കിൽ ഇതാണ് സെക്യൂരിറ്റിയാണ്, പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഇവള് ഒരടി. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ആർത്ത് വിളിക്കണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒറ്റടി. റിവെഞ്ച് എടുത്തോന്നുള്ളതാണ് സിനിമയുടെ കഥ. റിവെഞ്ച് എടുത്തോ ഇല്ലെങ്കിൽ ഇങ്ങനെ തോറ്റ, അതാണ് വില്ലൻ തോറ്റ, അതാണ് സിനിമയുടെ കഥ. പക്ഷേ ഈ സ്റ്റോറിയിലും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സിനിമയല്ല അത് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് സ്റ്റോറി വൈസും സ്ക്രീൻ പ്ലേ വൈസും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവണം എന്നില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അക്ഷയകുമാറിൻ്റെ ആ പടമൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ആരവൊന്നും ഉണ്ടാവില്ല, മീൻസ് ഹൗസ്ഫുള്ളില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അതേപോലെ അങ്ങനത്തെ ഒരു ആക്ടറായി പോകുന്നുള്ളൊരു പേടിയുണ്ട്. എന്നാലും എനിക്കുണ്ടെന്നല്ല, കൂടെ ആൾക്കാർക്കുണ്ട്. പക്ഷെ കാണുന്നവരുണ്ട്, ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് പറയണം. പിന്നെ ഇങ്ങനത്തെ സ്റ്റോറി ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാവരുടെ കപ്പ് ഓഫ് ടീ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഏത് സിനിമയാണെങ്കിലും. ഇപ്പോൾ AR എന്ന സിനിമ എനിക്ക് ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് AR ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ആവറേജ് ആയി പോയതല്ലേ, കുഴപ്പമില്ല. എനിക്ക് ആ സിനിമ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത്രേ ഉള്ളൂ കാര്യം എന്ന് മാത്രം വിചാരിക്കുക. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും പറയാൻ വയ്യ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. ആക്ഷൻ കൊറിയോഗ്രഫി ഹൈലൈറ്റ് പോസിറ്റീവിൽ ഒന്നായിരുന്നു, അത് ഞാൻ പറയാൻ മറന്നു. ഇതാണ് അത് ആര് ചെയ്തതെന്ന് എനിക്ക് അറിയാം. എന്തോ DC സ്റ്റൺസാ CD സ്റ്റൺസാ അങ്ങനെ എന്തോ ഒരാളാണ് ഇത് ചെയ്തിരിക്കണത്. അവർ അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആക്ഷൻ കൊറിയോഗ്രഫി. മീൻസ് ബോക്സിങ് ആണെങ്കിൽ അതൊക്കെ, മീൻസ് പെപ്പെ വന്ന് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യണ സീൻസൊക്കെ, അത് പിന്നെ അവൻ്റെ മീൻസ് ഒരു ഫൈറ്റ് സീക്വൻസസും, അതൊക്കെ മീൻസ് ഇതൊരു ബോക്സിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് വിചാരിച്ച് കാണാം, അല്ലാതെ ഇതൊരു ആക്ഷൻ ഫിലിം ആ ഒരു ഇതിൽ കാണരുത്. ഇതൊരു റിവെഞ്ച് സ്പോർട്സ് ഫിലിമാണ്, അല്ലാതെ വേറൊന്നും വിചാരിക്കരുത്. പിന്നെ ഇതെല്ലാവരുടെ കപ്പ് ഓഫ് ടീ ആണെന്ന് എനിക്ക് തോന്നി, കപ്പ് ഓഫ് ടീ ആണെന്ന് ഇല്ല എന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വെസ്കസ്.